അണ്ടത്തോട് തങ്ങൾപ്പടിയിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം കണ്ടെത്തിയ മേഖലകളിൽ പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദർശനം നടത്തി. ആരോഗ്യവകുപ്പുമായി കൂടിയാലോചന നടത്തി ശാസ്ത്രീയമായ രീതിയിൽ ഒച്ചിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പുന്നൂർകുളം അണ്ടത്തോട് മേഖലയിലാണ് ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യം വൻതോതിൽ കണ്ടുവരുന്നത്. തങ്ങൾപ്പടിയിൽ അടഞ്ഞുകിടക്കുന്ന കേരള ഹോട്ടൽ പരിസരത്താണ് ഇവയെ ധാരാളമായി കാണുന്നത്. രാത്രികാലങ്ങളിലാണ് ഇവ പ്രധാനമായും പുറത്തിറങ്ങുന്നത്. പകൽ സമയങ്ങളിൽ ഇലകൾക്കടിയിലും മരങ്ങളിലും ചുമരുകളിലും പറ്റിപ്പിടിച്ചിരിക്കുന്നതിനാൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാറില്ല. കർഷകരെയും സാധാരണ ജനങ്ങളെയും ഒരുപോലെ കടുത്ത ഭീതിയിലാഴ്ത്തുന്നു. മഴക്കാലം ശക്തമായതോടെയാണ് കൃഷിയിടങ്ങളിലും വീട്ടുപറമ്പുകളിലും വ്യാപകമായി ഇവ പെരുകാൻ തുടങ്ങിയിട്ടുള്ളത്. പച്ചക്കറികൾ, വാഴ, പപ്പായ, തെങ്ങ്, ചേമ്പ് തുടങ്ങിയ വിളകളെ ഇവ വൻതോതിൽ തിന്നു നശിപ്പിക്കുന്നതിനാൽ കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഇവ മനുഷ്യരുടെ ആരോഗ്യത്തിനും ഭീഷണിയാണ്. ഒച്ചുകളുടെ സ്രവങ്ങളിലൂടെയും ശരീരത്തിലൂടെയും മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന നിമാവിരകൾ പടരാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശവാസികൾ ആശങ്കയിലാണ്. പുന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി, വാർഡ് മെമ്പറും പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായ KH ആബിദ് തുടങ്ങിയവരും പൊതുപ്രവർത്തകരും ഉണ്ടായിരുന്നു. ഇവയുടെ ശല്യം അനുഭവപ്പെട്ട സമീപ പ്രദേശങ്ങളിൽ എങ്ങനെ ഇതിനെ നിർമ്മാർജ്ജനം ചെയ്തു എന്നത് പഠിച്ച് ആരോഗ്യവകുപ്പുമായി കൂടിയാലോചിച്ചു. ശാസ്ത്രീയ രീതിയിൽ തന്നെ നശിപ്പിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. കുറഞ്ഞ പ്രദേശത്താണെങ്കിൽ കൂടിയിട്ട് ഈ ആഫ്രിക്കൻ ഒച്ചിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അത് പ്രയാസപ്പെടുത്തുന്ന രീതിയിലേക്ക് വളരാതിരിക്കാൻ അതിൻ്റെ നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങളിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ അത് ഉന്മൂലനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ സഹായം കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാതിരിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. പരിസരങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.